എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എങ്ങനെ ഒരാൾക്ക് നല്ലൊരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാകാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല മധ്യസ്ഥ പ്രാർത്ഥനക്കാരാകാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വ്യക്തികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല മധ്യസ്ഥ പ്രാർത്ഥനക്കാരായി ആത്മീയമായിട്ട് വളരാൻ പറ്റും. തന്നെയല്ല, ഇപ്പോൾ ഈശോ തന്നെ നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് തരാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നെങ്കിൽ വളരെ സ്നേഹമുള്ളവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ ജോലി ചെയ്യുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ തോന്നിക്കും, അല്ലെങ്കിൽ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും, അല്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളും നമ്മൾ ഒരിക്കലും ഓർക്കാത്ത വ്യക്തികളൊക്കെ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്നതിൻ്റെ പിന്നിലെ കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയുള്ള ഈശോ നൽകുന്ന ഒരു പ്രേരണയും കൂടിയാണ്. പൊതുവേ പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ പറയുമ്പോൾ അവർക്കെപ്പോഴും മുൻകാല ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ, ദുരനുഭവങ്ങളെക്കുറിച്ചാണ് അവർക്ക് കൂടുതലും പൊതുവെ ആൾക്കാർക്ക് ഓർമ്മയും ചിന്തകളൊക്കെ കൂടുന്നത്. ദുരനുഭവങ്ങളെക്കുറിച്ചും അവർക്ക് വലിയ താല്പര്യമില്ലാത്ത വ്യക്തികളെക്കുറിച്ചും അല്ലെങ്കിൽ അവരെ ദ്രോഹിച്ച വ്യക്തികളെക്കുറിച്ചൊക്കെ ആയിരിക്കും പൊതുവെ ആളുകൾ കൂടുതലായിട്ട് ഓർക്കുന്നത്. അന്ന് അവരങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ ചെയ്തു, അന്ന് അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവെ ആളുകൾ ഓർക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂടെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചില അവസരങ്ങളിൽ പണ്ട് നമ്മളെ ദ്രോഹിച്ച അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒക്കെ വ്യക്തികളെക്കുറിച്ചൊക്കെ ഓർമ്മകൾ വരും. അപ്പോൾ ഇങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ഇവരെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ അരിച്ചു വരുന്നു. കൈ കിട്ടിയ രണ്ടെണ്ണം കൊടുക്കണോ എന്നുള്ള ചിന്ത പോലും വരും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്, തീരെ താല്പര്യമില്ല. ഓർക്കാതെ ഇരിക്കട്ടെ എന്ന് പോലും ചിലരെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പിന്നീടാണ് എനിക്ക് ഈശോ ഇങ്ങനെയുള്ള ചിന്തകൾ തന്നത്. അതായത് ഇതൊക്കെ തരുന്നത് എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുമായി ഹൃദയത്തിൽ ആത്മാവിൽ ഒരു അനുരഞ്ജനത്തിൽ എത്തിച്ചേരാനും കൂടിയായിട്ടാണ്. അല്ലാതെ അവരെക്കുറിച്ച് ഓർത്തിങ്ങനെ വിഷമിച്ച് അവരെ ശപിക്കാനും അവരെ ദുഷിച്ച് സംസാരിക്കാനും ദുഷിച്ച് ചിന്തിക്കാനും വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മുടെ ചിന്തയിലേക്ക് കൂടെ വരുന്നതെങ്കിൽ അതിനർത്ഥം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയാണ്. എൻ്റെ അനുഭവം ഇങ്ങനെയാണ്. മിക്കപ്പോഴും എനിക്ക് ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികളെക്കുറിച്ച് കൂടെ ഇങ്ങനെ ചിന്തകൾ വരികയും പഴയ മുൻകാല ദുരനുഭവങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഇങ്ങനെ അത് എന്തെങ്കിലും ആട്ടെ, അവനെയൊക്കെ എതിലെങ്കിലും പോട്ടെ, എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ചില ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് പിന്നീട് ഞാൻ അറിഞ്ഞു അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രതിസന്ധിയും നിസ്സഹരായിട്ട് അവർ ജീവിതത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാനന്ന് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു എന്ന്. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാതെ പോയ അവസരങ്ങളാണ് ഞാനീ പറയുന്നത്. പിന്നീട് ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ ഓർമ്മയൊക്കെ വരികയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യം അന്നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കാലഘട്ടത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ അവൻ നന്നാകണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കും. അപ്പോൾ ഞാനന്ന് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിച്ചു പിടിച്ച് ഇങ്ങനെ മനസ്സിൽ ഭയങ്കര വിഷമവും ഭയങ്കര അരിശവും എല്ലാം ഉണ്ട്, എങ്കിൽ തന്നെയും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഞാൻ കടിച്ചു പിടിച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യം അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇവരോടുള്ള ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പോ അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള അമർഷമൊക്കെ അങ്ങോട്ട് കുറഞ്ഞു വരുന്നതറിയാം. പിന്നീട് ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ അന്ന് അവനങ്ങനെ എനിക്കിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള ഓർമ്മകളൊക്കെ, അങ്ങനെയുള്ള ഓർമ്മകളൊന്നും വരാറില്ല.
പക്ഷേ കുഴപ്പമില്ല, സാധാരണ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അവരോട് വിദ്വേഷമോ വെറുപ്പൊന്നും തോന്നാറില്ല. ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന സംഭവമല്ല. പല പ്രാവശ്യം അവർക്ക് അവരുടെ ഓർമ്മകൾ വരികയും പല പ്രാവശ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ ഒരുക്കുകയും നമ്മളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മിക്ക കുടുംബങ്ങളിലും പരസ്പരം ശത്രുതയും വൈരാഗ്യവും നമുക്കറിയാം. പേപ്പറും ന്യൂസും കംപ്ലീറ്റ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കും ആരോടും ക്ഷമിക്കാനോ പൊറുക്കുവാനോ അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടാനോ ഒന്നും വലിയ സാധിക്കുകയില്ല. താല്പര്യമില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഠിനമായ ഒരു കാര്യമായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരം ഇങ്ങനെയാണ്. അവർക്ക് വേണ്ടി അവരെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പറ്റുന്നത് പോലെ ഒക്കെ ഒന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയുമൊക്കെ ചെല്ലിയാൽ മതി. വലിയ നീണ്ട പ്രാർത്ഥനകളൊന്നും നടത്തണ്ട. ഇതൊന്നും അല്ലെങ്കിൽ ഈശോയെ അവരെ അനുഗ്രഹിക്കണമേ എന്നെങ്കിലും പറഞ്ഞാൽ അത് വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അത്രയും ചെയ്താൽ മതി. അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പല അവസരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരോടുള്ള മാനസികമായിട്ടുള്ള അകൽച്ചയൊക്കെ മാറി ഒരു സമാധാനത്തിൽ എത്തിച്ചേരാൻ പറ്റും. അല്ലെങ്കിൽ അവരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന കഥയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു ആത്മീയമായിട്ട് മാനസികമായിട്ടെങ്കിലും നമ്മൾ അവരുമായിട്ടൊരു ഒരു അനുരഞ്ജനത്തിൽ എത്തിച്ചേരുന്ന ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മളിപ്പോൾ നേരെ ചെന്ന് എന്നോട് ക്ഷമിക്കണം, ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് അതത്ര സ്വീകാര്യമാകണമെന്നില്ല. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനാണ് ചിലപ്പോൾ സാധ്യത. അങ്ങനെ അവസരങ്ങൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ട ഒരു രീതിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കാരണം ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടും എന്ന് കരുതിയാണ് ഞാനീ പറയുന്നത്. താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്കിതെല്ലാം പരീക്ഷിക്കാം. ഞാനീ പറയുന്ന രീതികളെല്ലാം ആത്മീയമായിട്ട് പരീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ടറിയാമല്ലോ. ഞാൻ എൻ്റെ ഈ വീഡിയോകളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം ഇതൊക്കെ എൻ്റെ സ്വന്തം ജീവിതാനുഭവമാണ്. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കേട്ടതോ കണ്ടതോ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞതോ ഒന്നുമല്ല. ഇതെൻ്റെ സ്വന്തം ജീവിതാനുഭവമാണ്. അത് നിങ്ങൾക്കും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുന്നത്.